ഹലോ ഗൈസ്, എല്ലാവർക്കും നല്ലൊരു സ്റ്റോക്ക് ട്രെയിനിലേക്ക് സ്വാഗതം. നിങ്ങളൊരു ഓപ്ഷൻ ബയ്യറോ സെല്ലർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ നിഫ്റ്റിയുടെ ഇൻഡെക്സ് ചാർട്ടും റൈറ്റ് സൈഡിൽ നിഫ്റ്റിയുടെ ഒരു കോൾ ഓപ്ഷൻ ചാർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഞാനിവിടെ ക്രോസ് കമ്പാരിസൺ ചെയ്യാൻ പോവാണ്. അതായത് ഈ ഒരു രണ്ട് ചാർട്ടിലുള്ള വ്യത്യാസം നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാം. ഏകദേശം ക്യാൻഡിൽസ് എല്ലാം എക്സാക്റ്റ് ഒരു ടൈം ഫ്രെയിമാണ് ഞാനിവിടെ ക്രോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു കമ്പാരിസൺ നടത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കോൾ ഓപ്ഷൻ്റെ പ്രത്യേകത നോക്കാം. അതായത് ഇവിടെ അണ്ടർലൈൻ അസറ്റ് വരുന്നത് നിഫ്റ്റിയാണ്. അപ്പോൾ നിഫ്റ്റിയുടെ ആ ഒരു പ്രൈസ് മൂവ്മെൻറ്റിൻ്റെ സെയിം രീതിക്ക് തന്നെയായിരിക്കും നമ്മുടെ ഓപ്ഷൻസിൽ മൂവ്മെൻറ്റ് വരുന്നത്. അപ്പോൾ കോൾ ഓപ്ഷൻ നമ്മൾ എപ്പോഴാണ് എടുക്കുക? അതായത് നിഫ്റ്റി മൂവ്മെൻറ്റ് അപ്സൈഡ് കാണിക്കുകയാണെങ്കിൽ നമ്മളൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് താഴോട്ടാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ കോൾ ഓപ്ഷൻ്റെ ചാർട്ടാണ് എടുത്തിട്ടുള്ളത്. സോ നിഫ്റ്റി ആ ഒരു മൂവ്മെൻറ്റ് തന്നെ നമുക്കിവിടെ കാണിക്കുമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് വെനസ്ഡേയിലെ ചാർട്ടാണ്. സോ 1 day to ആണ് എക്സ്പയറി വരുന്നത്. അപ്പോൾ അതിനർത്ഥം ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. തീറ്റ, ഗാമ എന്ന് പറഞ്ഞിട്ട് ഒരുപാടുണ്ട്. അതൊക്കെ ആക്ച്വലി തിയററ്റിക്കലായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത് എക്സ്പീരിയൻസ് വഴിയാണ്. ഒരുപാട് നാൾ ഇതുപോലെ ക്രോസ് കമ്പാരിസൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്രൈസ് മൂവ്മെൻറ്റ് എല്ലാം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നിഫ്റ്റിയുടെ ചാർട്ടും ഈ ഒരു ചാർട്ടും ഒരേ ടൈം ഫ്രെയിമിൽ വരുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം സെയിം മൂവ്മെൻ്റ് ആണ് നമുക്കിവിടെ നോക്കിയാൽ കാണാം. അപ്പോൾ ഈ ഒരു ഗ്രീൻ ക്യാനിൽ ശ്രദ്ധിക്കുക, ആ ഒരു സെയിം രീതിക്കുള്ള ഗ്രീൻ ക്യാനിൽ തന്നെ ഇവിടെയും ഫോം ചെയ്തിട്ടുണ്ട്. സോ ഏകദേശം സെയിം ആയിട്ടുള്ള മൂവ്മെൻറ്റ് തന്നെ തുടക്കം നമുക്ക് നിഫ്റ്റിയിൽ കിട്ടി. ഇവിടെ നമുക്ക് ഹൈ വന്നിട്ടുള്ളത് ഈ ഒരു റീജിയനാണ്. അപ്പോൾ നിഫ്റ്റിയുടെ ആ ഒരു കോൾ ഓപ്ഷനിലും ഹൈ വന്നിട്ടുള്ളത് ഈ ഒരു റീജിയനാണ്. ഓക്കെ, ആ രണ്ട് ഹൈ നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ഫോം ചെയ്തിട്ടുള്ള ഓരോ ഹൈയും ലോയും ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം. ഓക്കെ, നെക്സ്റ്റ് ഹൈ ഫോം ചെയ്തിട്ടുള്ളത് ഇവിടെ, അതിനുശേഷം ഫോം ചെയ്തിട്ടുള്ള ഹൈ ഇവിടെ, പിന്നെ ഹൈ വരുന്നത് ഇവിടെയാണ്. അവിടെ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ടാണ് പ്രൈസ് മുകളിലോട്ട് പോകുന്നത്. നമുക്ക് ഇവിടെ ഹയർ ലോസ് ആണ് ഫോം ചെയ്യുന്നത്. ഫസ്റ്റ് ക്യാൻഡിൽ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഹയർ ലോ ഫോം ചെയ്യുന്നു, പിന്നെ ഹയർ ലോ ഫോം ചെയ്യുന്നു, ഇവിടെ ആയാലും ഹയർ ലോ, പിന്നെ ഹയർ ലോ ആണ് ഫോം ചെയ്ത് ഇങ്ങനെ പോകുന്നത്. ആക്ച്വലി ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഫോർമേഷൻ ആണ്. പക്ഷേ പ്രൈസ് നമുക്കിവിടെ നോക്കിയാൽ കാണാം, ഏകദേശം ഈ ഒരു ഞാൻ വരച്ചിട്ടുള്ള ലൈനിലാണ് ഇത് സപ്പോർട്ട് എടുക്കുന്നത്. പക്ഷേ ആ ഒരു സെയിം രീതിക്കുള്ള മൂവ്മെൻ്റ് ആണോ ഇവിടെ നിന്ന് നോക്കുക. നമ്മുടെ കോൾ ഓപ്ഷനിൽ വന്നിട്ടുള്ളത് തിരിച്ചാണ്. അതായത് ഈ ഒരു സെക്കൻഡ് ഹൈ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഈ ഒരു സെക്കൻഡ് ഹൈ ഫോം ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു കോൾ ഓപ്ഷനിൽ വന്നിട്ടുള്ള ഹൈ എന്ന് പറഞ്ഞത് ഏകദേശം ഈ ഒരു ക്യാൻഡിലാണ്. ഇവിടെ നമുക്ക് ഡിഫറൻസ് വരുന്നത് ഏകദേശം 20 പോയിൻറ്റ്സിനടുത്താണ് ആ ഒരു ഡിഫറൻസ് വരുന്നത്. അതായത് നമ്മൾ ഈ നിഫ്റ്റിയുടെ ഈ ഒരു സെയിം ഹൈ തന്നെ ഫോം ചെയ്യുമ്പോൾ നമ്മൾ കോൾ ഓപ്ഷനിലും ആ ഒരു സെയിം ഹൈ തന്നെ പ്രതീക്ഷിക്കും. സോ ഒരുപാട് പേര് ഇവിടെ ബൈ ചെയ്തിട്ടുണ്ടാവും, ഈ ഒരു ഡോജി ക്യാൻഡിൽ കണ്ടിട്ട് ബൈ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അവിടെ വെച്ചിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ചെറിയൊരു ഹൈ ഫോർമേഷനാണ്. നമുക്ക് ആ ഒരു ഫുൾ പോയിൻറ്റ്സ് അവിടെ കിട്ടിയിട്ടില്ല. ഇതിൻ്റെ കാരണം തീറ്റ ഡി കെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഓപ്ഷൻ ട്രേഡ് ഒരുപാട് നാളായിട്ട് ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു തീറ്റ ഡി കെ കാര്യം അറിയാം. സോ അവരെപ്പോഴും ഈ ഒരു ടൈമിൽ, അതായത് വെനസ്ഡേ തേഴ്സ്ഡേ ടൈമിൽ അവർ ഓപ്ഷൻ സെല്ല് ചെയ്യാനാണ് നോക്കുക. അതുപോലെ തന്നെ IV റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. സോ അത് നമ്മുടെ ആ ഒരു വോൾട്ടാലിറ്റി ഇൻഡെക്സ് ആണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഞാനിപ്പോൾ പറയുന്നില്ല, അതൊക്കെ ആക്ച്വലി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്ഷൻ ബൈ ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 10 പോയിൻറ്റ്സ് അടുത്താണ് നമുക്കിവിടെ സേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ വിചാരിക്കും നമ്മൾ ചിലപ്പോൾ ടാർഗറ്റ് ചിലപ്പോൾ ഈ ഒരു റീജിയനിൽ, അതായത് ഫോം ചെയ്തിട്ടുള്ള ഹൈക്ക് നമ്മൾ ടാർഗറ്റ് ചിലപ്പോൾ വെച്ചിട്ടുണ്ടാവും. കാരണം ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, ആ ഒരു സെയിം ഹൈയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യേണ്ടത് ഏകദേശം ഈ ഒരു സെയിം ഹൈയിലോട്ട് തന്നെയാണ്. പക്ഷേ തീറ്റ ഡി കെ കാരണം നമുക്ക് ഇത്രയും പോയിൻറ്റ്സ് ആക്ച്വലി അവിടെ മിസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ ഫോം ചെയ്തിട്ടുള്ള ഹൈ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ലെവലിലാണ്. പക്ഷേ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, ഹൈ പിന്നെയും താഴോട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ആ ഒരു തീറ്റ ഡി കെ കാരണം പ്രൈസ് വീണ്ടും താഴോട്ട് വരുന്നു. അങ്ങനെ പ്രൈസ് മുകളിലോട്ട് പോകുന്ന പോലെ തന്നെ ഇവിടെ ഓപ്ഷനിൽ ഓപ്ഷനിൽ താഴോട്ടാണ് വരുന്നത്. സോ ഇതിൻ്റെ ഞാൻ റീസൺ പറഞ്ഞു, തീറ്റ ഡി കെ, അതായത് ടൈമിനനുസരിച്ച് ഇതിൻ്റെ പ്രൈസിൻ്റെ ആ ഒരു പ്രീമിയം കുറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ ആക്ച്വലി സെല്ലേഴ്സ് ബെനിഫിറ്റഡ് ആണ്. കാരണം പ്രൈസിന് ആ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് വന്നാലും അവർക്ക് വലിയ ലോസ് ഇല്ലാതെ പ്രൈസിൽ ചെറിയ 1.2 പോയിൻറ്റ്സ് ഒക്കെ ഇവർക്ക് ക്യാപ്ചർ ചെയ്യാവുന്നതാണ്. സോ ഇതാണ് നമ്മുടെ ഈ ഒരു പ്രൈസ് മൂവ്മെൻറ്റ് നമുക്ക് വ്യത്യാസം വരുന്നത്. ഇനി നമുക്ക് ഇവിടെ നടന്നിട്ടുള്ള ആ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് SMC വെച്ചിട്ട് അവിടെ ഞാൻ ഇന്ന് എടുത്ത ട്രേഡ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഓക്കെ, ഇനി ഈ ഒരു ചാർട്ട് നമുക്ക് സ്മാർട്ട് മണി കൺസെപ്റ്റിൽ നോക്കാം. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാം, നല്ലൊരു റെസിസ്റ്റൻസ് ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. കാരണം അവിടെ ടച്ച് ചെയ്തിട്ട് പ്രൈസ് കുറേ തവണ പുഷ് ആയിട്ടുണ്ട്. സോ ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസ് ഫോം ചെയ്യുന്നു. സോ കുറേ പേര് ഇവിടെ വെച്ചിട്ടൊക്കെ ഒരു സെൽ എൻട്രി എടുക്കും. സെൽ എൻട്രി എടുത്തിട്ട് നമുക്ക് ബൈ സ്റ്റോപ്സ് വരുന്നത് ഏകദേശം ഈ ഒരു സ്വിങ് ഹൈക്ക് അബോവ് ആയിരിക്കും.
സോ ഇത് തന്നെയാണ് ആ ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ടിനൂടെ കാരണമാവുന്നത്. നമുക്കിവിടെ നോക്കിയാൽ കാണാം പ്രൈസ് ഒരു ബ്രേക്ക് ഔട്ട് നൽകുന്നു. സോ കുറേ ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സ് ഇവിടെ എൻട്രി എടുക്കും, സ്റ്റോപ്പ് ലോസ് സ്വിംഗ് ലോസിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇവിടെയുള്ള ഈ ഓർഡേഴ്സ് എല്ലാം അബ്സോർബ് ചെയ്യുന്ന കാണാൻ പറ്റും ഈ ഒരു ക്യാൻഡിൽ വഴി. അവിടെ അതിനുശേഷം നെക്സ്റ്റ് ലിക്വിഡിറ്റി വരുന്നത് ഇവിടെ വെച്ചിട്ടുള്ള ഈ സെൽ ഓർഡേഴ്സ് ആണ്. സോ അതിലേക്ക് പ്രൈസ് നമുക്കിവിടെ പുഷ് ചെയ്യുന്ന കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു പുഷിലാണ് ആക്ച്വലി ഞാൻ കുറച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെയിം കാര്യം തന്നെയാണ് നമ്മുടെ ഈ ഒരു ഓപ്ഷൻ ചാർട്ടിലും വന്നിട്ടുള്ളത്. നമുക്കിവിടെ നോക്കിയാൽ കാണാം ഈ ഹൈക്ക് എബോവ്സ് എല്ലാം സ്റ്റോപ്പ് ലോസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ലെവലിൽ വന്നിട്ട് പ്രൈസിന് ഇവിടെ എടുക്കുന്നു, അതിനുശേഷം താഴോട്ടാണ് പോകുന്നത്. സോ ഇവിടെ ഞാൻ ഈ ഒരു നിഫ്റ്റിയുടെ 25,000 CE ഓപ്ഷനിൽ ഒരു സെൽ എൻട്രി ആണ് എടുത്തത്. ഓൾമോസ്റ്റ് ഒരു 300 ക്വാണ്ടിറ്റീസ് സെല്ല് ചെയ്തു. ഏകദേശം ഈ ഒരു ക്യാൻഡിൽ, അതായത് ഇവിടെ നമുക്ക് പോകാൻ പറ്റുള്ള ഈ ഒരു ഡോജി ക്യാൻഡിലാണ് ഞാൻ സെൽ എൻട്രി എടുത്തത്. സ്റ്റോപ്പ് ലോസ് ഞാൻ എബോവ് വെച്ചു. ഏകദേശം എനിക്കൊരു 50 പോയിൻറ്റ്സ് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ടാർഗറ്റ് സെലക്ട് ചെയ്തത് ഈ ഒരു VWAP വെച്ചിട്ടാണ്, വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസ് എന്നാണ് അതിന് പറയുന്നത്. സോ അത് ഏകദേശം ഇടയ്ക്ക് ശരിയാവാറുണ്ട്. നമുക്ക് നല്ലൊരു ടാർഗറ്റ് പൊസിഷൻസൊക്കെ ഈ ഒരു VWAP തരാറുണ്ട്. ഏകദേശം എനിക്ക് കിട്ടിയത് 16,000-ൻ്റെ പ്രോഫിറ്റ് ആണ്. അതുപോലെ തന്നെ ഒരു പുട്ട് ഓപ്ഷൻ എൻട്രി ഞാൻ മുൻപേ ഒരു സ്കാൽപ്പിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റാണ് 6,000 ഇവിടെ വന്നിട്ടുള്ളത്. ഏകദേശം ഇന്നത്തെ മാത്രം പ്രോഫിറ്റ് ഒരു 23,000 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. എപ്പോഴും ഒരു വലിയ മൂവ്മെൻറ്റ് വരുന്നതിന് മുമ്പേ തന്നെ ഒരു ഫേക്ക് ഔട്ട് ആക്ച്വലി എല്ലായിടത്തും നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ആ ഒരു ഫേക്ക് ഔട്ടാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടിയും കൺഫർമേഷൻ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രേക്ക് ഔട്ടിന് ഫോം ചെയ്തിട്ടുള്ള ആ ഒരു റീസൺ ആയിട്ടുള്ള ക്യാൻഡിൽ, അതായത് ഏകദേശം ഈ ഒരു ക്യാൻഡിലാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ക്യാൻഡിലിന് ബില്ലോ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സെൽ എൻട്രി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ലെവലാണ് വരുന്നത്. നമുക്ക് സ്റ്റോപ്പ് ലോസ് ആ ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ടിൻ്റെ മുകളിലും വയ്ക്കാം. അപ്പോൾ നമുക്കൊരു ട്രിപ്പിൾ ആയിട്ടുള്ളൊരു ടാർഗറ്റ് ഇവിടെ താഴോട്ട് കിട്ടിയിട്ടുണ്ട്. സോ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളൊരു വലിയൊരു മൂവ്മെൻറ്റ് വരുന്നതിന് മുൻപേ തന്നെ ഇങ്ങനെയുള്ളൊരു ഫേക്ക് ഔട്ട്സ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുക്കലൊക്കെ ഉണ്ടാവും. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ട്രേഡേഴ്സ് ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ട്രേഡ് ചെയ്യുക. ചാർട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ധന്നിൻ്റെ അക്കൗണ്ടാണ്. ധന്നിൻ്റെ അക്കൗണ്ടിൽ നമുക്ക് ഇതുപോലെ ഏത് അക്കൗണ്ട് ആയാലും നമുക്ക് ഇതുപോലെ ക്രോസ് കമ്പാരിസൺ ചെയ്യാൻ പറ്റും. ഞാൻ പക്ഷേ ക്രോസ് കമ്പാരിസൺ ചെയ്തിട്ട് ഈ ഒരു ചാർട്ടിൽ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാറ്. സോ ഞാനെപ്പോഴും തന്നെ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താങ്ക്